മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് വന്നു. ദുരന്തബാധിതർ ഉയർത്തുന്ന വിഷയം ന്യായമാണെന്നാണ് വയനാട് DC പ്രസിഡന്റ് ND അപ്പച്ചൻ പറയുന്നത്. 10 സെന്റ് ഭൂമിയിൽ വീട് എന്നത് ദുരന്തബാധിതരുടെ അവകാശമാണ്. ഇത് 5 സെന്റ് ഭൂമിയാക്കി ചുരുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ND അപ്പച്ചൻ 24-നോട്. ചൂരൽമല മുണ്ടക്കൈ ദുരിതത്തിൽപ്പെട്ട ആളുകളുടെ അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. 10 സെന്റ് ഭൂമിയെങ്കിലും അവർക്ക് കൊടുത്തൊരു വീടായി കൊടുത്ത് ഗവൺമെൻറ് അക്കാര്യത്തിൽ ഒരു മനസ്സ് തുറന്നുകൊണ്ട് മാനുഷികമായൊരു പരിഗണന ഇക്കാര്യത്തിൽ ഗവൺമെൻറ് കാണിക്കണം. സമരത്തെ ഞാൻ അംഗീകരിക്കുന്ന അക്കാര്യത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നിലയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രയാസവും പ്രതിസന്ധിയുമാണ്. അവർ വേദനിക്കുന്നൊരു സമയമാണ്. ആ സമയത്തിൽ രാഷ്ട്രീയം കാണാൻ വേണ്ടി ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾ അവരുടെ ഒപ്പം ഉള്ളത് ആരായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഞാൻ അവരുടെ ഒപ്പം ഉണ്ടാവും. മായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. 2 ആക്ഷൻ കമ്മിറ്റികളാണ് നിലവിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടേതായിട്ടുള്ളത്. അതിലൊന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണ്, മറ്റൊന്ന് 10, 11, 12 വാർഡ് തല ജനകീയ ആക്ഷൻ കൗൺസിലുമാണ്. ഇങ്ങനെ 2 സമിതികളും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ജനശബ്ദത്തിൻ്റെ സമരം നടക്കുകയാണ്. ജനശബ്ദം നാളെ കുടിൽ കെട്ടി, അതായത് ദുരന്തബാധിത പ്രദേശത്ത് കുടിൽ കെട്ടിയുള്ള സമരമാണ് നടത്തുന്നത്. മറ്റന്നാൾ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന സമരം, ഈ ജനകീയ സമിതിയുടെ സമരം നടക്കുന്നത് കളക്ട്രേറ്റിന് മുന്നിലാണ്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യം പൊതുവായിട്ടുള്ള ആവശ്യം തന്നെയാണ്. ഈ സർക്കാർ പ്രഖ്യാപിച്ചത് 10 സെൻറ്റ് ഭൂമിയിൽ ഒരു വീട് എന്നുള്ളതാണ്. പക്ഷേ എലക്ഷൻ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം 5 സെൻറ്റ് ഭൂമിയിലാണ് വീട് നിർമ്മിക്കുന്നത് എന്നുള്ളത് സർക്കാരിൻ്റെ പിന്നീട് പ്രഖ്യാപനം വന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇരു സമിതികളും പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമായും സമരം നടക്കുന്നത്. അതുമാത്രമല്ല, ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള നസീർ ആലക്കൽ നമ്മളോട് സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഈ 10 സെൻറ്റ് ഭൂമിയിൽ വീട് എന്നുള്ളത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നൽകിയ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ ഒറ്റപ്പെട്ടു പോയ 17 പേർക്ക്, കുടുംബത്തിൽ ഒരാൾ മാത്രം ശേഷിക്കുന്ന 17 പേർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് സർക്കാർ ജോലി നൽകുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരാൾക്ക് മാത്രമാണ് ജോലി നൽകിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ജോലി നൽകാൻ തയ്യാറാകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ സമരത്തിന് നൽകുന്നു എന്നുള്ളതാണ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ വയനാട്ടിൽ നിന്ന് ചേർന്നത്.